ചിന്താത്തവണെ ധൂളി കയറി എങ്ങനെ എടുക്കും ശ്വാസം. റാപ്പേഴ്സിന്റെ മാല ഉണ്ടോ ചോദിച്ചപ്പോ കിട്ടിയതാ. ഒച്ചോ റാപ്പറിന്റെ മാലയാണിത്. കണ്ടോ? ഗേൾസ് ഒക്കെ ഫാൻസ് ആയോ? അമ്മേനെ നോക്കണ്ട. രക്ഷപ്പെട്ടെന്ന്. അമ്മേനെ മാറ്റണോ? രക്ഷപ്പെട്ടിട്ടില്ല. ആ രക്ഷപ്പെട്ടു. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. 5 മില്യൺ പോയിട്ടുണ്ട്. നീ അല്ലേ നോക്കാറില്ല വീഡിയോ എന്ന് പറഞ്ഞത്? അവന് അതന്നെ പണിയുള്ളൂ. ബീച്ചെടുത്തിട്ട് റാപ്പടി റാപ്പടിച്ചപ്പോ തീപ്പൊരി തീപിടിച്ചന മൂട്ടില് മിനി നേരം കൊണ്ടൊരു മാതിരി. എങ്ങനെയാടാ പഠിക്കുന്നത് ഇതൊക്കെ? ലിറിക്സ് എനിക്ക് ഓർമ്മ നിക്കണ്ടേ ഇതൊക്കെ? അത് കേട്ട് പച്ചർച്ചില് മണ്ണ് വെട്ടാൻ ഉണ്ണി കൂട്ടാൻ പറ്റില്ല. കുച്ചിക്കാലില് ചുറ്റാ നിന്നെ തപ്പിയാ പോലും കിട്ടൂല. മഷിയിട്ട് നോക്കിയാ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല. മുതലിൽ കുളത്ത് നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. അപ്പൊ തുടങ്ങല്ലേ? ചിന്താതമനെ ധൂളി കയറി എങ്ങനെ എടുക്കും ശ്വാസം. ശ്വാസത്തെ പുറകെ ലോകമോട്ടി 4 ദിക്കിലും നാശം. വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം. ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്ക് ആരുണ്ടിവിടെ പ്രാസം. ഇൻസ്റ്റാഗ്രാം കത്തിച്ച കുട്ടി റാപ്പറിനെ തേടി വന്നതാട്ടോ. പേര് ആദിദേവ് അല്ലേ? വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. കണ്ടായിരുന്നോ? അത് എവിടെ പാടിയ വീഡിയോയാ? വെല്ലിച്ചന്റെ വീട്ടില്. എന്ത് ഫംഗ്ഷൻ ആയിരുന്നു അത്? കല്യാണത്തിന്റെ തലേദിവസം. കല്യാണത്തിന്റെ തലേദിവസം എല്ലാരും പോയി പൊളിച്ചതാണല്ലേ? ആരാ പറഞ്ഞേ പാടണമെന്ന്? ആരും പറഞ്ഞല്ല, തന്നെ അങ്ങ് പോയി പാടി. ഇഷ്ടാണോ പാട്ടൊക്കെ പാടാൻ? കൂടുതൽ റാപ്പാണോ പാടാ? ഈ റാപ്പർമാരിൽ ആരെയും ഇഷ്ടം? ഫെജോ. വേടനാണ് ഇഷ്ടം. ഫെജോ വന്ന് കമന്റ് ഇട്ടത് കണ്ടായിരുന്നു? ആരെങ്കിലും കാണിച്ചെന്നോ? ആ ഫെജോ വന്ന് തിരുമാലി കമന്റ് ഇട്ട് ഫെജോ ഒന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നു അല്ല? അതൊക്കെ കാണിച്ചു തരാൻ പറയണ്ടേ? വേടന്റെ ഏത് പാട്ടാ അറിയാവുന്നേ? പച്ചയിറച്ചി അറിയും. അന്ന് അതൊന്ന് പാടിക്കാം. പച്ചർച്ചില് മണ്ണ് വെട്ടാൻ ഉണ്ണി കൂട്ടാൻ പറ്റില്ല. കുച്ചിക്കാലില് ചുറ്റാ നിന്നെ തപ്പിയാ പോലും കിട്ടൂല. മഷിയിട്ട് നോക്കിയാ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല. മുതലിൽ കുളത്ത് നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. പച്ചർച്ചിയില് മണ്ണ് വെട്ടാൻ ഉണ്ണി കൂട്ടാൻ പറ്റൂല. കുച്ചിക്കാലില് ചുറ്റാ നിന്നെ തപ്പിയാ പോലും കിട്ടൂല. മഷിയിട്ട് നോക്കിയാ പോലും കിറുക്കന്മാർക്ക് കിട്ടൂല. മുതലിൽ കുളത്ത് നിനക്ക് പരല് പിടിക്കാൻ പറ്റൂല. മച്ചാനെ മറകല്ലേ, മനുഷ്യ മരിച്ച മണ്ണല്ലേ, മനസ്സ് മുഴുവൻ മുണ്ണല്ലേ, ഞക്കറിന് മൈനല്ലേ, തന്ന മരണം മരമല്ലേ, തളർ വീഴുമ്പ് കരമല്ലേ, ഉയിര് തൊട മരമല്ലേ, പോരിന് ഗുണമല്ലേ. പിടിച്ചാൽ പുള്ളിക്കൊമ്പ് നോക്കി പിടിടാ, അടിച്ചാൽ കാട്ടുപുലി പോലെ അടിടാ, നിരച്ചാ നീ നനച്ചത് പൊടിടാ, ഉന്നമൊരിക്കലും തെറ്റാതെ ഗടിടാ. അടിപൊളി. ഇതൊക്കെ സ്കൂളിലൊക്കെ കേൾപ്പിച്ചു കൊടുക്കാറുണ്ടാ? ഇടക്ക്. ഇതെങ്ങനെയാടാ പഠിക്കുന്നത് ഇതൊക്കെ? ലിറിക്സ് നോക്കി. ആ ലിറിക്സ് എങ്ങനെ പഠിക്കും? ഓർമ്മ നിക്കണ്ടേ ഇതൊക്കെ? അത് കേട്ടിട്ട് പഠിച്ചു. ആരാ പഠിപ്പിച്ചു തരാ? ഇത് പഠിക്കാൻ പറഞ്ഞിട്ട് ആരെങ്കിലും തരാണോ അതോ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ പഠിക്കാണോ? സ്വന്തം ഇഷ്ടത്തിന്. എങ്ങനെ കേക്കും? റാപ്പൊക്കെ എടുത്തെടുത്ത് കേക്കോ യൂട്യൂബില്? ഫോൺ തരാറുണ്ടോ? ശരിക്കും? അങ്ങനെ പോയി പഠിക്കുന്നതാണല്ലേ? സ്കൂളിലൊക്കെ ഈ പാട്ടൊക്കെ കേൾപ്പിച്ചു കൊടുക്കുമ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയാ? അടിപൊളി. അവർക്ക് ആർക്കെങ്കിലും പഠിപ്പിച്ചൊക്കെ കൊടുക്കാറുണ്ടോ? 2-3 ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കാറുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ ഈ ഭയങ്കര പവറിലൊക്കെ പാടുമ്പോഴേക്കും എന്താ അനിയനൊക്കെ ഇല്ലേ? അനിയനും പറയാറില്ല എനിക്ക് പാടണമെന്നൊക്കെ. അപ്പൊ അനിയന്റെ അടുത്ത് എന്താ പറയാ? കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത്? അത് ചോദിച്ചില്ല. 5-ലാണല്ലേ പഠിക്കുന്നേ? 5-ാം ക്ലാസ്സില് ബാക്കി എന്താ പറയാ വേറെന്തെങ്കിലും കോമ്പറ്റീഷൻസിനും കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഡ്രോയിങ് ചെയ്യൂലേ? അല്ലാണ്ട് ഈ റാപ്പ് അല്ലാണ്ട് വേറെ ഏത് പാട്ടാ പാടാ? വേറെ പാട്ടൊന്നും പാടാറില്ല. ഈ നേരത്തെ വൈറലായിട്ടുള്ള പാട്ടില്ലേ, അത് നമ്മള് മുഴുവൻ പാടിപ്പിച്ചില്ലല്ലോ. അതൊന്ന് മുഴുവൻ പാടാവോ? ഫുൾ പവറില്. ചിന്താത്തവണെ ധൂളി കയറി എങ്ങനെ എടുക്കും ശ്വാസം. ശ്വാസത്തെ പുറകെ ലോകമോട്ടി 4 ദിക്കിലും നാശം. വാക്കുകൾ തീർന്നു തൊണ്ട പറ്റി ഞാൻ എങ്ങനെ ഒപ്പിക്കും പ്രാസം. ചുട്ടുപൊള്ളി മരുഭൂമി നഗരം എനിക്ക് ആരുണ്ടിവിടെ പ്രാസം. ഞാൻ മാറ്റുന്നു മടുപ്പറ്റ ഭൂപിടങ്ങൾ, ഇതിൽ വർണ്ണ നിലയൊത്ത തലപുടങ്ങൾ. റാപ്പിളി തെളിയുന്നു സപ്തകട്ട് ഭാവത്തിൽ വിരിയുന്നു നവരസങ്ങൾ. സിംഗാർ റോഷന് ബീഡ ഭയാനക കൊറോണ ബീവർഷം അത്ഭുതശാനം ഹാസ്യം. ഏകാകിയാണേലും കാട്ടാശം മുന്നിലെ ദാസ്യം. താമസന മനസ്സിൽ തെളിച്ചം തിരുത്തിൽ വീക്ഷണ മനസ്സിൽ ഇഷ്ടിക മനസ്സിൽ രക്തമുള്ള പഞ്ചാരമിനിൽ ദൈവം ജയക്കൊടി നാട്ടുകൾ നക്ഷത്രമാടി വാൽക്കയിൽ പിടിച്ച് ഉച്ചിക സംഗീത ലഹടി തരുന്നട പട്ടിക വിട്ട പണി ജാലകം അത് കട്ട് കട്ടലാൻ. എന്റെ പൊന്നോ, ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ കൈയടിച്ചു ഈ പാട്ട് കേട്ടിട്ട്.
വേറെ വേറെ ചാനലിൽ നിന്നൊക്കെ കൊച്ചിനെ വിളിക്കുന്നുണ്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാനായിട്ട്. ഭയങ്കര സന്തോഷായോ? വീഡിയോ ഭയങ്കരമായിട്ട് മില്യൺ ഒക്കെ പോയപ്പോഴേക്കും എന്താ പറഞ്ഞത്? ഇത് ആരാ കൊണ്ട് ഇട്ടത് ഈ വീഡിയോ ഒക്കെ? ഏട്ടന്റെ കൂട്ടുകാരൻ. അപ്പൊ അവര് മോന്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പോഴേക്കും പറഞ്ഞു ഇത് കൊറേ ഒക്കെ പോയി, കൊറേ വൈറലായിട്ടുണ്ട് എന്നൊക്കെ വന്ന് പറഞ്ഞായിരുന്നോ? അപ്പൊ മോൻ എന്താ പറഞ്ഞേ? അപ്പൊ എനിക്ക് സന്തോഷായി. ആ വീഡിയോ കൊറേ പ്രാവശ്യം എടുത്ത് കണ്ടിട്ടില്ലേ? വീഡിയോ കണ്ടിട്ടില്ല, കമന്റ്സും. വീഡിയോ കണ്ടില്ലേ പാട്ട് പാടുന്നത്? കൊറേ പ്രാവശ്യം കേട്ടില്ല? നമുക്ക് അമ്മേനെയും കൂടെ ഒന്ന് വിളിച്ചു ചോദിച്ചാലോ? അമ്മക്ക് എന്താ മോനെ പറ്റി പറയാനുള്ളതെന്ന് കേട്ടാലോ? സന്തോഷാണ്. ചിരിയൊക്കെ വരുന്നുണ്ട്, എനിക്ക് നാണമൊക്കെ വരുന്നുണ്ട്. അമ്മ എന്താ പറയണേന്നൊക്കെ. അമ്മ അല്ലെ? അമ്മയുടെ പേര് അനിത. മോന് ആദ്യത്തെ മോനോ? ആദ്യത്തെ ആളാണ്. വീഡിയോ ഒക്കെ വൈറലായത് കണ്ടായിരുന്നോ നിങ്ങൾ എല്ലാവരും? ഭയങ്കര സന്തോഷം. ഇത് ഇപ്പം പറഞ്ഞു ചേട്ടന്റെ കൂട്ടുകാർ എങ്ങനെ വീഡിയോ ഒക്കെ ഇടാനായിട്ട് തോന്നിയതൊക്കെ? അത് ഇപ്പൊ നേരത്തെ മുതലേ പാടുമായിരുന്നോ? വീട്ടിൽ നല്ല പാടുമായിരുന്നു. ഫോൺ മേടിച്ച് ലിറിക്സ് ഒക്കെ എഴുതി വെച്ച് എന്നിട്ട് നല്ല കേട്ടിട്ട് അങ്ങനെ തറവാക്കി പഠിച്ചിട്ട് തന്നെയാണ് പാടിയിരുന്നത്. കല്യാണത്തിന് പാടണമെന്ന് അവൻ തലേ ദിവസം പാടണമെന്ന് പെർമിഷനൊക്കെ വലിയച്ഛനോട് ചോദിച്ച് എന്നിട്ടൊക്കെയാണ് തലേ ദിവസം പാടിയത്. അത് ആ പാടിയ വീഡിയോ ആണ് ഇപ്പൊ വൈറലായിട്ട് പോയത്. നമുക്ക് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു വലിയൊരു ഫംഗ്ഷൻ ആണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നു. കല്യാണ പരിപാടിയിൽ ഇങ്ങനെ ചെക്കൻ പൊളിക്കുകയാണ് എന്നൊന്നും മനസ്സിലായി. നിങ്ങൾ കണ്ടായിരുന്നോ നേരിട്ട്? അതോ പരിപാടി കണ്ടിട്ടുണ്ടായിരുന്നു? ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇത്ര മില്യൺ പോകുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പ്രതീക്ഷിക്കാതെ വൈറലായതാണ്. ഞാൻ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യണ എനിക്ക് തോന്നുന്നു ചേട്ടന്റെ കൂട്ടുകാരനെയാണെന്ന് തോന്നുന്നു. അപ്പൊ പറഞ്ഞു ഇതുപോലെ തിരക്കാണ്, ചിലപ്പോ അവിടെ അഭിയാണ് ഇതില് ഒക്കെ ഇടാനും വീഡിയോ ഇടാനും ഇതിനൊക്കെ ഉണ്ടായിരുന്നത്. നേരത്തെ തൊട്ട് എനിക്ക് തോന്നുന്നു നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നിന്നെ. മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ാം ക്ലാസ്സിലാന്ന് പറഞ്ഞ. ഏത് സ്കൂളിലൊക്കെ പഠിക്കുന്നത്? വാടനാകുറിശ്ശിയുടെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിക്കുന്നത്. 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഏട്ടൻ, പിന്നെ അനിയുണ്ട് ഒരാള്, പിന്നെ അമ്മയുണ്ട്. ഏട്ടന്റെ അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛന് മ്യൂസിക് ആയിട്ട് എന്തെങ്കിലും, നിങ്ങൾ ആരെങ്കിലും മ്യൂസിക് ആയിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ആൾക്കാരുണ്ടോ? ആരും മ്യൂസിക് ആയിട്ട് ബന്ധമുള്ളവരില്ല, പാട്ട് പാടുന്നവരൊന്നും ആരും ഇല്ല. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ സമയം കിട്ടാറുണ്ടോ? എന്താ പറയാ, മോനെ ഇങ്ങനെ പഠിപ്പിക്കാനും അല്ലെങ്കിൽ പാട്ടിനും അങ്ങനെ എന്തെങ്കിലും ചേർക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവാറുണ്ടോ? ആഗ്രഹമുണ്ട്. ഡ്രോയിങ്ങിന് വിട്ടിരുന്നു. ഡ്രോയിങ് നല്ല വരയ്ക്കുന്നു കണ്ടപ്പോ ഡ്രോയിങ്ങിന് പഠിപ്പിക്കാൻ വിട്ടിരുന്നു. സോങ് ഇപ്പൊ ഇതിന്റെ ഡെയിലി വീട്ടിൽ പാടുന്നല്ലാതെ ഇത് അങ്ങോട്ട് ഇതായിട്ട് എടുത്തിരുന്നില്ല. എന്തെങ്കിലും വെസ്റ്റേൺ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പഠിപ്പിക്കണം എന്നൊക്കെ ഇവൻ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടോ? എന്നെ അത് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും പഠിപ്പിക്കണം എന്നൊക്കെ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി എന്തെങ്കിലും പഠിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? അവന് ഇഷ്ടം എന്താ വെച്ചാ പഠിപ്പിക്കും. എന്ത് പഠിക്കാനാ താല്പര്യം വെച്ചാ അത് പഠിപ്പിക്കും. സ്കൂളിൽ എല്ലാരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ലേ? എന്താ ഈ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ അവരെന്താ പറഞ്ഞത്? എല്ലാ ടീച്ചർമാരും 1ാം ക്ലാസ് LKG മുതലുള്ള ടീച്ചർമാരൊക്കെ വിളിച്ചിരുന്നു. എല്ലാരും അവനോട് കൺഗ്രാറ്റുലേഷൻ പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. എല്ലാരും സ്റ്റാറ്റസ് ഇടുകയും നല്ല സപ്പോർട്ടാണ്. എല്ലാരും കണ്ട് കൊറേ പേര് കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3 മില്യൺ എബവ് പോയിട്ടുണ്ട്. 5 മില്യൺ എബവ് പോയിട്ടുണ്ട്. ടോട്ടൽ 6 മില്യൺ എബവ് ഞങ്ങൾ പോയിട്ടുണ്ട്. നീ അല്ലേ നോക്കാറില്ല വീഡിയോ എന്ന് പറഞ്ഞത്? അവന് അതന്നെ പണിയുള്ളൂ. കമന്റ് എത്ര ഉണ്ട്, വീഡിയോന്റെ വ്യൂ നോക്കണം, വ്യൂസും നോക്കണം. ഇപ്പൊ എവിടെ നിന്നൊക്കെ വിളി വന്നിട്ടുണ്ട്, പറയൂ വിശേഷം. ഫ്ലവേഴ്സ് ഇപ്പൊ നാളെയാണ് പ്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് അവര്. പിന്നെ മഴവിൽ മനോരമ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല അവര്. പിന്നെ ഇപ്പൊ 24ന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. എല്ലായിടത്തും ഇങ്ങനെ പറന്ന് നടക്കാണ്. എല്ലായിടത്തേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടുണ്ടോ സാറിന്? ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നില്ല. എങ്ങനെ നിങ്ങൾ എല്ലായിടത്തേക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ക്ലാസ്സും കാര്യം കുറച്ചിപ്പോ ഇതായി. ക്ലാസ് ഓരോ ദിവസം ലീവ് വരുന്നുണ്ട്. പിന്നെ അവന്റെ വെയ്യായിയുടെ കുറച്ചൊരു ബുദ്ധിമുട്ട് അവനുണ്ട്. ഹോർമോണിന്റെ ഒരു ഷോർട്ടേജ്. ഇപ്പൊ 10 വയസ്സാളായില്ലേ, അപ്പൊ അതിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ട്. അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട്, വയ്യായിക്കുണ്ട് അല്ലേ? ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ലീവും. പിന്നെ ടീച്ചർമാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് അവന്. എല്ലാത്തിനും നോട്ട് തരാനും ഇതിനൊക്കെ സപ്പോർട്ടാണ്. കുഴപ്പമില്ല. ഇങ്ങനെ പ്രോഗ്രാംസിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടും കാര്യങ്ങളൊക്കെ തരാറുണ്ടോ? ഇങ്ങോട്ടേക്ക് തന്ന് അയക്കും അല്ലെ? ഇപ്പൊ വേറെയുള്ള പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കാറുണ്ട്. ആള് പറഞ്ഞു ഡ്രോയിങ്ങിന് നല്ല സമ്മാനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിട്ട്. പക്ഷെ ഈ പാട്ടിന്റെ ഇതിന് പങ്കെടുത്തിട്ടില്ല ഇതുവരെയായിട്ട്. ആദ്യമായിട്ട് ഇപ്പൊ
വലിയച്ഛൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പാട്ട് പാടുന്നത്. ഈ റാപ്പ് പാടുമെന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? അതോ ചുമ്മാ റാപ്പ് ടൈപ്പ് സോങ് ആണ് അവന് ഇഷ്ടമുള്ളത്, അല്ലാണ്ട് മെലഡിയോ അല്ലെങ്കിൽ വേറെ ഒരു അങ്ങനത്തേനോട് type of ഇല്ല, songs ഉം താല്പര്യമില്ല. ഇഷ്ടമില്ല? ഇതുവരെ പാടുന്ന കേട്ടിട്ടില്ല നിങ്ങള്? സാധാ പാടിയാലും അവന് അത് സെറ്റ് ആവില്ല. റാപ്പാണ് എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ റാപ്പ് മാത്രമാണ് കൂടുതൽ പാടുക. അപ്പൊ എങ്ങനെ ഇവൻ ലിറിക്സ് ഒക്കെ ഇപ്പൊ നിങ്ങള് ഫോൺ അധികം യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ കൊടുക്കലുണ്ടാവില്ലല്ലോ, അപ്പൊ എങ്ങനെ അത് പഠിപ്പിക്കുക? ഫോൺ ഇങ്ങനെ അവൻ ഇത് പഠിക്കേണ്ട സമയത്ത് അവൻ ഫോൺ ചോദിക്കുക ചെയ്യല്. എന്നിട്ട് പിന്നെ സ്ലോയിൽ വെച്ചിട്ട് പാട്ട് പതുക്കെ ലിറിക്സ് ഒക്കെ നോക്കി എഴുതി വെച്ച് നോട്ട് ബുക്കിൽ എഴുതി വെക്കും, എന്നിട്ട് പഠിക്കുക ചെയ്യല്. ഇത് കൊറേ പ്രാവശ്യം റിപ്പീറ്റ് ഇത് കുറെ ടൈപ്പ് കേൾക്കുകയും ചെയ്യും, ടൈംസ് കേൾക്കുകയും ചെയ്യും. രാത്രിയിലൊക്കെയാണോ കേൾക്കുന്നത് കൂടുതൽ? രാത്രി 9:30 മണി. പിന്നെ അത്ര നേരം പഠിക്കേണ്ട ഇതും ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുക ചെയ്യല്. എന്നോട് പറഞ്ഞു അനിയനെ ഞാൻ പഠിപ്പിച്ചോളാം, അനിയന് കുറച്ചൊക്കെ ഇപ്പൊ അറിയാം. അനിയപ്പം കുറെ ടൈം ഇങ്ങനെ പാടുന്നത് കേട്ടിട്ട് അവനും കുറച്ചൊക്കെ പാടുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, രണ്ടുപേരും കൂടെ കൂടി ഇപ്പൊ ഭയങ്കര ബഹളമായിരിക്കുമല്ലോ. ഇപ്പൊ ഒരു പാട്ടും കൂടി ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരോ? ഒരു പാട്ടും കൂടി. പച്ച പരിഷ്കാരി വച്ച മലയാളി ഭൂഷ മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വായാളി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് പുറു സിംഗിൾ റെഡി ടു മിങ്കിൾ ഈ ജംഗിളിൽ ഞാൻ തന്നെ സിംഗം ഇപ്പം പിള്ളമാരെല്ലാരും നോക്കി വെള്ളം ഇറക്കണം ഒരട്ട് സിംഗിൾ ശിങ്കാരി മേളത്തിത്തുള്ളു അഞ്ചംഗത്തിൽ ഇപ്പോലെ കണ്ണ് നടരാജന് നേതിച്ച പുള്ളരി തഞ്ചാവൂര് മണിച്ചക്കല്ല് back in the game, പച്ച പരിഷ്കാരി ബുദ്ധി name, simple letters 30 kilo ട്രിപ്പാണ് മെയിൻ, 22 കാരറ്റ് ചെയിൻ, പിക്കൊക്കെ സ്റ്റൈലി പൂശുമ്പോ പിള്ളേർ ചോദിക്കുമെന്നാണ് ചേട്ടന്. നമ്മള് പള്ളിക്കൂട്ടം തൊട്ടേ പാട്ട വരമ്പത്ത് പാട്ടും പാട്ടി നടന്നത്ര കാലം നീ ബീറ്റ് എടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി തീ പിടിച്ചന മൂട്ടില് മിനി നേരം കൊണ്ടൊരു മാതിരി കാറ്റടിച്ചപ്പോ കാട്ടുതീ കമ്പി തിരിയിലാത്തിരി തീപ്പെട്ടിക്കൊണ്ട് തീ കൊടുത്താൽ ഉല്ലാസ പൂത്തിരി പച്ച പരിഷ്കാരി പച്ച മലയാളി ബുർഷ മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വായാളി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തൊരു പച്ച പരിഷ്കാരി പച്ച മലയാളി പൊട്ടും പടവയും വാങ്ങിച്ച് പിടിച്ച കപ്പൽ മുതലാളി എന്തു തറവടി മൊത്തം മറുനാട മണ്ണിന്റെ ചെലില് തെറുപ്പൂശിട്ട് കുപ്പായം കെട്ടിന് ചെറുമുച്ചെറു തള്ളി മറിച്ചിട്ട് തെരമുട്ടുമ്പോ കൊഞ്ഞെണ്ണം കാണിച്ച് കപ്പലിൽ കയറിയിട്ട് നാട്ടിൽ കിടക്കാണ് നെഞ്ചത്താണ് ചമഞ്ഞ് കിടക്കൂ ഈ പത്തായ നിറച്ച് അടങ്ങൂ 10 പത്രാസം കാണിച്ച് അടങ്ങൂ ഒരു കൊട്ടാരം പണിതേ മടങ്ങൂ കണ്ട കപ്പോളം നിരത്തി തുറന്ന് പല പഞ്ചനങ്ങൾ കൊണ്ട് വിരുന്ന് ശര പഞ്ചന ജയനെ പോലൊന്ന് വിരിഞ്ഞ് നിന്നിട്ട് പതുക്കെ വീട്ടെടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി തീ പിടിച്ചന മൂട്ടില് മിന്നി നേരം കൊണ്ടൊരു മാതിരി കാറ്റടിച്ചപ്പോ കാട്ടുതീ കമ്പി തിരിയിലാത്തിരി തീപ്പെട്ടിക്കൊണ്ട് കൊടുത്താൽ ഉല്ലാസ പൂത്തിരി പച്ച പരിഷ്കാരി പച്ച മലയാളി പുരുഷ മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വായാളി വാക്കെടുത്താൽ വാക്കത്തി പോരെടുത്താൽ പോരാളി തോക്കെടുത്തിട്ട് എനിക്ക് വയ്യ. ഫാൻസ് ഒക്കെ ആയോടാ? ഗേൾസ് ഒക്കെ ഫാൻസ് ആയോ? അമ്മേനെ നോക്കണ്ട. ഇല്ല എന്നൊക്കെ ആദ്യം തന്നെ പറഞ്ഞ് രക്ഷപ്പെട്ടെന്ന്. ശരിക്കും പറ, അമ്മേനെ മാറ്റണോ? രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ട് ഫാൻസ് ഇല്ലാത്ത രക്ഷപ്പെട്ടെന്നാണോ? ഫാൻസ് ഉണ്ട്. ഞാൻ ചോദിച്ച ഗേൾസ് ഫാൻസ് വന്നോ? എല്ലാരും ഉണ്ട്. അപ്പൊ പറയാഞ്ഞിട്ടാണ്. എല്ലാരും ഉണ്ടല്ലേ? ഞങ്ങള് നല്ല ഉദ്ദേശത്തോടു കൂടിയാ പറഞ്ഞു. ആരെങ്കിലൊക്കെ പറഞ്ഞോ എനിക്കും പഠിപ്പിച്ചു തരുമെന്ന്? ഗേൾസ് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞില്ല അല്ലേ? ബോയ്സിനെ മാത്രമേ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ. ആരും പറഞ്ഞിട്ടില്ല. ഇനി എത്ര പേര് വരാൻ കിടക്കുന്നു? ഇനി അങ്ങോട്ട് ഇനിയിപ്പൊ 5ലും 6ലും 7ലും ഒക്കെ ആയി കഴിയുമ്പോ എത്ര പിള്ളേര് വരുമെന്നാ പഠിക്കാനായിട്ട്? ഈ ഇവിടെ നിൽക്കുന്ന അമ്മൂമ്മമാർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തായിരുന്നോ? എത്ര പേരെ വന്നേക്കുന്നറിയോ? ഫാൻസ് ആണോ? കാണാൻ വന്നതാ ഞങ്ങളെ. ഇതൊക്കെ ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായില്ലേ? അപ്പൊ ഇവിടെയുള്ള എന്താ പറയാ ആളുകളൊക്കെ വന്നായിരുന്നോ കാണാൻ? എന്നിട്ട് പാടിത്തരുമെന്നൊക്കെ ചോദിച്ചോ? റാപ്പർ എവിടെയെന്ന് ചോദിക്കുക. ആദ്യം റോട്ടിൽ കൂടെ പോകുമ്പോ കണ്ടിട്ട് ചിലപ്പോ ചോദിക്കുക റാപ്പർ എവിടെയെന്ന്. റാപ്പർ ഇപ്പൊ റാപ്പറിനാണ് ഈ സ്ഥലത്ത് അറിയപ്പെടുന്നത്. അപ്പൊ ഞങ്ങളിപ്പൊ അവിടെ വന്നിട്ട് കവലയിൽ വന്നിട്ട് റാപ്പറുടെ വീട് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുമോ അല്ലേ? ഇപ്പൊ മാലയൊക്കെ ഉണ്ടല്ലോ. അതെന്ത് മാല ഒന്ന് കാണിച്ചാ? ഇതാര് തന്നതാ? റാപ്പറിന്റെ മാലയാണിത്. കണ്ടോ? ഇനി റാപ്പറിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കയ്യിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്.
അതൊക്കെ മേടിച്ചു തരാൻ പറയോ അച്ഛനോട്? ഉണ്ട്. ഇതൊക്കെ എന്ത് ഇടാത്തത്? ഡ്രസ് ഉണ്ടായിട്ടാണോ ഇടാഞ്ഞത്? ഇന്ന് വാങ്ങിയിട്ടേ ഉള്ളൂ. നാളത്തേക്ക് ഇടാൻ വെച്ചിരിക്കുന്നതായിരിക്കും അല്ലേ? എന്നാലും നമ്മളോട് അങ്ങനെ കാണിക്കണ്ടായിരുന്നു. ഇനി എന്താവണമെന്ന് ആഗ്രഹം? റാപ്പർ ആവണമെന്നാണോ ആഗ്രഹം? വലിയ റാപ്പർ ആവും. തന്നെയൊക്കെ എഴുതാനായിട്ടൊക്കെ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ തന്നെ എഴുതി ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? എഴുതിയിട്ടില്ലേ? എപ്പോഴെങ്കിലും ഓർത്ത് വെച്ച 2 വരി ഒന്ന് നോക്കാവോ? വേണ്ട അല്ലേ? മുഴുവനാക്കിയിട്ട് നോക്കാം. അന്ന് ഇനി ഒരു പാട്ടും കൂടി പാടിത്തന്ന ഞാൻ പൊക്കോളാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങളൊന്നുമില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി തന്നെ നമ്മൾ രാജാവും. ചെറുഭൂമിയല്ലേ വിതച്ചത് നമുക്ക്, കുച്ചിക്കീർക്കിൽ നീ ഉയരത്തിൽ പറക്ക്. ചെറുകൂത്താടും താമര കണക്ക്, ചോർ പോലെ മണ്ടിൽ ജീവിക്കാൻ നമുക്ക്. കത്തന്ന കഥയൊന്നും അറിയാത്ത കൂട്ടം, കുരങ്ങ് തരങ്ങളിലോ പൂന്തോട്ടം. വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം, വലയിൽ ഒതുങ്ങാത്ത പരലിൻ കൂട്ടം. കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ നുക്കത്തൊട്ട്, കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം ചൊല്ലിക്കെട്ട്. കയറി വിട്ട കാല ജീവിതമോ ചൊല്ലിക്കെട്ട്, കണ്ണു മൂടിക്കെട്ടി ഉണ്ടാക്കുന്ന ഇരുട്ട്. കുതന്ത്രമന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. 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 അടിപൊളിയായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനിയും കുറെ പാട്ടുകളൊക്കെ പാടണം കേട്ടോ. അപ്പൊ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ടാക്കി തരാൻ പറ. അപ്പൊ അങ്ങനെ മോന്റെ വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മൾ എല്ലാരും കാണട്ടെ. ഇപ്പൊ ഒരു വീഡിയോ അല്ലേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഞാൻ ടാഗ് ചെയ്തതിനകത്ത് മോന്റെ ചാനലൊന്നും കണ്ടില്ലല്ലോ. ഇനി ഇടാൻ പറയണം കേട്ടോ, അപ്പോഴല്ലേ നമുക്ക് എല്ലാ പാട്ടുകളും കേൾക്കാൻ പറ്റുള്ളൂ മോന്റെ. അപ്പൊ ഇനി കുറെ പാട്ടുകളൊക്കെ പഠിച്ചിട്ട് കുറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറയോ? ഓക്കെ, അപ്പൊ സെറ്റ്. അപ്പൊ നാളെ പോയി തകർത്തിട്ട് വാ. ഇനിയും കൊറേ റാപ്പൊക്കെ പഠിച്ച് എല്ലാ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കുറെ വൈറലാവട്ടെ. അപ്പൊ ടാറ്റ, പൊക്കോട്ടെ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.